പത്തനംതിട്ട റാന്നിയിൽ കനത്ത മഴയിൽ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. മരങ്ങൾ വീണ 6 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. ജയശങ്കറാണ് ചേരുന്നത്. AV ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുമ്പോൾ. ജയശങ്കർ, ഈ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീഴുമ്പോൾ അവിടെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണോ, വനത്തോട് ചേർന്നുള്ള മേഖലയാണെന്നറിയാം. അവിടെ ഈ മരങ്ങളെല്ലാം തന്നെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ JCB ഉപയോഗിച്ച് മരങ്ങൾ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും മഴ കനത്തു പെയ്യുകയാണോ? സ്മിത, അല്പസമയം മുമ്പ് അടിച്ച ശക്തമായ കാറ്റിലാണ് റാന്നി എട്ടിപ്പാറ റൂട്ടിൽ വൺവേയിൽ കണ്ടനാട്ടുപടിയിൽ കൂട്ടത്തോടെ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞുമൊക്കെ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുമ്പ് അടിച്ച കാറ്റിലാണ്, നിമിഷ നേരം കൊണ്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭീകര സംഭവം നടന്നത്. വലിയൊരു കാറ്റാണ് ഈ പ്രദേശത്ത് കുറച്ച് സമയം ഉണ്ടായത്. ഈ ഫയർഫോഴ്സ് പ്രാഥമികമായി പറയുന്നത് 50-ലധികം മരങ്ങളെന്നാണ്. കൃത്യമായൊരു കണക്ക് ഇപ്പോഴും അക്കാര്യത്തില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതിൻ്റെ ഭീകരത. ചെറിയൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മരങ്ങൾ കടപുഴകി വീഴുകയും അത് ഒടിഞ്ഞു വീഴുകയും ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. അത്രമാത്രം ഭീകരമായൊരു കാറ്റ്, വലിയൊരു കാറ്റ് ഈ പ്രദേശത്ത് അടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കണ്ടനാട്ടുപടിയിൽ, റാന്നി കണ്ടനാട്ടുപടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. റാന്നിയിലെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു പ്രധാന വൺവേയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ശക്തമായ കാറ്റടിക്കുകയും മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകിയും ഒടിഞ്ഞുമൊക്കെ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മരങ്ങൾ മാറ്റാനുള്ള പ്രവൃത്തി ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. റാന്നി നഗരത്തിൽ ഈ മരം വീണ് ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ വലിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്കം അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പരിശ്രമം ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നേരമായി ഫയർഫോഴ്സൊക്കെ എത്തിയപ്പോൾ മരം മുറിച്ച് കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാറ്റിലാണ് ഇത്തരത്തിൽ വലിയ മരങ്ങൾ വീഴുന്നൊരു സാഹചര്യമുണ്ടായത്. അത്രമാത്രം കാലവർഷത്തിൻ്റെ ശക്തി, കാലവർഷത്തിനൊപ്പം എത്തുന്ന കാറ്റിൻ്റെ ശക്തി വലുതാണെന്നാണ് ഈ ദൃശ്യങ്ങൾ, ഈ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മെ കാണിച്ചു തരുന്നത്. 1-2 മരങ്ങളല്ല വീണിരിക്കുന്നത്, 50-ലധികം മരങ്ങളാണ്. എണ്ണമെടുത്താൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ മരങ്ങൾ ഉണ്ടായാലും സംശയമില്ല. ഈ മരം വീണിട്ട് വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ വൈദ്യുതി കമ്പികൾ ഉൾപ്പെടെ തകരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് ഈ മരങ്ങൾ കൂട്ടത്തോടെ വീണിരിക്കുന്നത്. മണിക്കൂറുകൾ ഇനിയും പരിശ്രമിച്ചാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ മരങ്ങൾ മുറിച്ച് പൂർണ്ണമായി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുക. ഈ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിൻ്റെ വീടിന് സമീപത്താണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഏറെ ശ്രമകരമായ ദൗത്യം അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം മരങ്ങൾ മുറിച്ചു നിൽക്കാനുണ്ട്. നിരവധി മരങ്ങളാണ് റോഡിൽ കിടക്കുന്നത്. ഇനിയും ഒരുപാട് മണിക്കൂർ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരുപക്ഷെ ഈ റോഡ് പൂർവ്വസ്ഥിതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കൂ. എന്തായാലും KCBക്ക് ഉൾപ്പെടെ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ JCB ഉപയോഗിച്ചുകൊണ്ട് റോഡിലുള്ള ഫയർഫോഴ്സ് മുറിച്ച തടിക്കഷ്ണങ്ങൾ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചേരുന്നു. സാറേ, എത്രമാത്രം മരങ്ങൾ വീണിട്ടുണ്ട്? എത്ര മരങ്ങൾ? 100-ലധികം മരങ്ങൾ വീണിട്ടുണ്ട് ഇവിടെ. അല്പം സമയമുണ്ടായ ശക്തമായ കാറ്റിലാണോ? അതെ അതെ. എത്ര സമയം എടുക്കും സാറേ പൂർവ്വസ്ഥിതിയിലാക്കാൻ? ഇതിപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ എടുക്കും. ഇത് മുഴുവൻ കട്ട് ചെയ്ത് JCB കൊണ്ട് ക്ലിയർ ആക്കണം. 2-3 മണിക്കൂർ എടുക്കും ഇവിടെ. KCBയുടെ പോസ്റ്റ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അതെ, അവർക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട് KCBക്ക്. വലിയൊരു നഷ്ടമാണ്. അതെ അതെ. വലിയ ശക്തമായിട്ടുള്ള കാറ്റാണോ സ്ഥലത്തുണ്ടായത്? ശക്തമായിട്ടുള്ള കാറ്റാണ്. ഇവിടെ തന്നെ അല്ല, അങ്ങോട്ടുള്ള പിന്നെ കണ്ണമ്പേര് ആ സൈഡിലോട്ടെല്ലാം നല്ലപോലെ കാറ്റടിച്ചിട്ടുണ്ട്. നമ്മുടെ എത്രംഗ ടീമൊക്കെ എവിടെ പ്രവർത്തിക്കും? ഇവിടെ സിവിൽ ഡിഫൻസിൻ്റെ ഉണ്ട്, ഫയർഫോഴ്സിൻ്റെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്, പിന്നെ എല്ലാ ഇവിടെയുള്ള പബ്ലിക് ആൾക്കാരുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ആ ദൗത്യത്തിലാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് 100-ലധികം മരങ്ങളെന്നാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ 50 എന്നായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് ആ കണക്ക് ഉയർത്തുന്നു. 100-ലധികം മരങ്ങൾ വീണിരിക്കുന്നു. ഭീകരമായ വലിയൊരു കാറ്റാണ് ഈ റാന്നി പ്രദേശത്ത് അല്പസമയം മുമ്പ് അടിച്ച് വീശിയത്. ഈ പ്രദേശത്തിന് അപ്പുറത്തുള്ള ചിലയിടങ്ങളിലും വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും തന്നെ ഈ വലിയ കാറ്റിൽ കൂടുതൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും സിവിൽ ഡിഫൻസ് അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ മരങ്ങൾ നിലവിൽ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏറെ പരിശ്രമം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് എടുക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ശ്രമകരമാണ്. കൂട്ടത്തോടു കൂടി മരങ്ങൾ വീഴുന്നു. ആ കൂട്ടത്തോടെ വീണ മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും 3-4 മണിക്കൂറുകൾ എടുക്കുമെന്നാണ് എന്തായാലും ഫയർഫോഴ്സ് നിലവിൽ വ്യക്തമാക്കുന്നത്. വലിയൊരു ദുരന്തമാണ്. ഈ സമയത്ത് ഇവിടെ വലിയ തോതിൽ വാഹനങ്ങൾ ഈ റൂട്ടിലൂടെ പോകാത്തതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഈ വഴി പോകുന്ന സമയത്താണ് ഈ കാറ്റുണ്ടായി മരങ്ങൾ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുമായിരുന്നു. കാരണം ഈ റാന്നി ടൗണിൽ നിന്ന് ഈ വഴിയാണ് വാഹനങ്ങൾ വഴി തിരിച്ച് വിടുന്നത്. അതുകൊണ്ട് തന്നെ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോകുന്ന പാതയാണ്. പക്ഷേ ഭാഗ്യം, അതിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രം അത്ഭുതകരമായി ഈ വഴിക്ക് ആ സമയം വാഹനങ്ങൾ ഉണ്ടായില്ല. ആ വാഹനങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു അപകടം
ഒരു മനുഷ്യജീവൻ അപകടത്തിലാകുന്ന അത്തരം സാഹചര്യം ഒഴിവായി. എന്തായാലും നിലവിൽ ഈ വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഇനിയും മണിക്കൂറുകൾ എടുത്ത് ഈ തടി മൊത്തം പൂർണ്ണമായി നീക്കിയതിന് ശേഷം മാത്രമായിരിക്കും വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനാവുക. അതിന് ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് ഫയർഫോഴ്സ് എന്തായാലും പറയുന്നത്. അത്രമാത്രം ഭീകരമായ കാറ്റാണ്. ആ കാറ്റിലാണ് 100-ലധികം മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ 100 എന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ പറയുമ്പോഴും അതിന് കൂടുതൽ മരങ്ങൾ വീഴാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഈ ദൃശ്യം കാണിക്കുമ്പോൾ അത്രമാത്രം ഭീകരമായൊരു കാറ്റ്, ഒരു ചെറിയ ചുഴലിക്കാറ്റൊക്കെ അടിച്ച ഒരു ഭീകരതയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനാവുന്നത്. അത്രമാത്രം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്, മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. പൂർണ്ണമായി ഒരു കാറ്റ് വന്ന് എല്ലാം നശിപ്പിച്ച ഒരു സാഹചര്യമാണ്. ജയശങ്കർ, അത് തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന ഒരു കാറ്റിൽ ഇത്രയേറെ മരങ്ങളൊക്കെ, അതും വലിയ വലിയ മരങ്ങളാണ്, കടപുഴകി വീണിരിക്കുന്നു, ഒടിഞ്ഞു വീണിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം കരുതലോടെ വേണം അവിടെയുള്ള ജനങ്ങൾ. എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ വഴിയിലൂടെ ധാരാളം വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അവിടെ അപ്പോൾ വാഹനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് വലിയ കാര്യം. ഒപ്പം തന്നെ ഈ പരിസരത്തൊന്നും തന്നെ വീടുകളില്ല. ഇപ്പോൾ MLA-യുടെ വീട് ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ സാധാരണ വീടുകളൊന്നും തന്നെ കാണുന്നില്ല. അതും ഒരു പക്ഷേ ആളപായം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ആർക്കും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ ഏരിയയിൽ ഇനിയും മഴ, കാറ്റ് അതൊക്കെ തുടരുകയാണെങ്കിൽ വളരെയേറെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വിവരങ്ങൾ, അറിയിപ്പുകളൊക്കെ തന്നെ നമുക്ക് നൽകേണ്ടതുണ്ട് അല്ലേ? അതായത് സ്മിത, ഈ സ്ഥലത്ത് കൂടുതൽ വീടുകളോ ജനവാസ മേഖലയോ അല്ലാത്തതിനാലാണ് വലിയൊരു അപകടം ഒഴിവായെന്ന് പറയാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന വൺ വേ ആണ് ഇത്. ഈ മരങ്ങൾ വീണിരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളും കടകളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ളൊരു പ്രദേശമാണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, ഒരു അത്ഭുതകരമായി ഈ സ്ഥലത്ത്, ഈ അപകടമുണ്ടായ സ്ഥലത്ത്, കൂട്ടത്തോടെ മരങ്ങൾ വീണ സ്ഥലത്ത് അധികം വീടുകളില്ല. പക്ഷേ ഇതിനോട് ചേർന്നൊക്കെ വീടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ മരങ്ങൾ കൂട്ടത്തോടെ വീണ ഈ ഒരു ഘട്ടത്തിൽ ഇതിലൂടെ വാഹനങ്ങൾ പോയില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. കാരണം ആ ഘട്ടത്തിൽ വാഹനങ്ങൾ പോയിരുന്നെങ്കിൽ വാഹനങ്ങൾ നശിക്കുകയും ആളുകളുടെ ജീവൻ ഉൾപ്പെടെ അപകടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് ഈ മരങ്ങളിലൊക്കെ നീക്കി ഇത് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ളൊരു നീണ്ട പരിശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ്. ഇനിയും മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനാകൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും കൃത്യമായൊരു ഫയർഫോഴ്സിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിലുണ്ട്. ഈ വൈദ്യുത ലൈനുകൾ കൂട്ടത്തോടെ തകർന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ വൈദ്യുതി ഉൾപ്പെടെ ഇനിയും പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുത്തേക്കും. KSEBിക്കും ലക്ഷങ്ങളുടെ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതുവഴി പോയിരിക്കുന്ന എല്ലാ വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. വൈദ്യുത കമ്പികൾക്ക് മുകളിലാണ് പൂർണ്ണമായിട്ടും ഈ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈദ്യുത കമ്പികൾക്ക് മുകളിൽ മരം വീണു. വൈദ്യുതിയുടെ ഇരുമ്പ് പോസ്റ്റ് പോലും ഈ മരം വീണുകൊണ്ട് തകർന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. അത്തരത്തിൽ വലിയ അത്രമാത്രം ഒരു ഇരുമ്പ് കമ്പി വളഞ്ഞു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഇരുമ്പ് കമ്പി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കനത്ത മഴയിൽ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണുകയായിരുന്നു. 100-ലേറെ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റുകൾ, 6 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കും. ഒപ്പം തന്നെ ഈ മരങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള പ്രവർത്തനങ്ങളും നടക്കുകയാണ്. എങ്കിൽ പോലും കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും ആ മരങ്ങൾ റോഡിൽ നിന്ന് മാറ്റാൻ എന്നാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം അവിടെ പ്രവർത്തനങ്ങൾ നടത്താനെത്തിയ ഫയർഫോഴ്സും അവരെല്ലാവരും തന്നെ പറഞ്ഞത്. ഫോറസ്റ്റ് ഓഫീസേഴ്സും അവിടെയുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒരു കാര്യം മാത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അല്പനേരം മാത്രം നിന്ന കാറ്റിലാണ് ഇത്ര ശക്തമായ കാറ്റാണ് ഉണ്ടായത്. അതുകൊണ്ട് എല്ലാ ജില്ലയിലുമുള്ളവർ വളരെയധികം കരുതലോടെ വേണം മഴയത്ത് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വളരെ കരുതലോടെ നിന്നാൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും.